വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. എല്ലാവർക്കും സുഖമില്ലെങ്കിൽ സുഖമായിട്ടിരിക്കുന്നു. ഇവിടുത്തെ ആകാശം കണ്ടില്ലേ, വളരെ മേഘാവൃതമാണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെ 6 മണിയാണ്. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റു. പക്ഷേ ഞാൻ ആ സമയത്ത് ഡോർ തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു 6 മണിയുടെ സമയത്താണ് ഞാൻ തുണിയുടെ വിരിക്കാൻ ഇറങ്ങിയപ്പോഴാണ്. പിന്നെ നിറയെ തുണി വിരിച്ചത് ഇപ്പോൾ 10 മണിക്കും കൂടിയിട്ടാണ് കേട്ടോ. അത് അവൾക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഇന്നിപ്പോൾ ഫൈനലായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഈ പാൻസൊക്കെ കുറച്ച് വലിപ്പമുള്ളത് ഒരു കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മുക്കിയിട്ടതാണ് കേട്ടോ. അതൊക്കെ. പിന്നെ അങ്ങനെ ലാസ്റ്റ് ഡേയിലത്തെ ഒരു ക്ലീനിങ് ആണ്. പിന്നെ അല്ല, ഇവിടെ ഇത് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി രാവിലെ എന്നും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും എന്നും ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നും ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യും. പക്ഷേ ആ വൈപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിട്ടാണ്, വളരെ വേഗത്തിൽ കഴിയും. ബ്രഷായിട്ട് ഉടച്ചിട്ട് ആ വൈപ്പർ കൊണ്ട് ഒന്നാണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടയ്ക്കുന്നതിനെക്കാട്ടിലും വൃത്തിയായിട്ട് തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു തുണി കഴുകി ഉപയോഗിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. അതിലേക്കും എത്ര ഇതായിട്ട് നമ്മളിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ വരച്ച് നോക്കി നിൽക്കുന്നുള്ള ആ രീതിയിൽ അത്രയും വൃത്തിയായിട്ട് ഇങ്ങനെ എന്താ പറയുക പ്രതലം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്രത്യേക അവിടെ ഇട്ടിട്ടേ നമുക്ക് എന്തും ചെയ്യാമെന്നുള്ള രീതിയിൽ അത്രയും വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ മൊസൈക്ക് ആയതുകൊണ്ടാണ് ആ ക്ലീൻനെസ് മനസ്സിലാവാത്തത്. പക്ഷേ വെള്ള പ്രതലമൊക്കെ ആയിരുന്നെങ്കിൽ ആ ക്ലീൻനെസ് നമുക്ക് മനസ്സിലാവുമായിരുന്നു. ഇത് മൊസൈക്കിൻ്റെ ആയതുകൊണ്ടാണ്, ആ ടൈപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് അത് മനസ്സിലാവാത്തത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് പോലെ ഇപ്പോൾ ഏറ്റവും ഇങ്ങനെ ഗ്രാനൈറ്റോ അങ്ങനെയൊന്നും ആവില്ല. ഇത് എന്താ അത് എന്നുള്ളത് അറിയില്ല. ഇതേതാ ഗ്രാനൈറ്റോ അങ്ങനെ എന്തോ ടൈൽസ് അല്ല തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല എന്താണ് ഈ സാധനം എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ അറിയുന്നില്ല. അപ്പോൾ എന്നും ഞാൻ ക്ലീൻ ചെയ്തെടുക്കും. അപ്പോൾ പിന്നെ ആ വാഷ് ബേസൊക്കെ ഇങ്ങനെ തിളങ്ങി കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ഞാൻ 3 നേരം കുക്ക് ചെയ്യുമ്പോൾ തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും കുറച്ച് തന്നെ മുഷ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ രാവിലെ എന്നും കഴുകുക എന്നുള്ളത് ഒരു പണ്ട് മുതലേ ഉള്ള റുട്ടീനാണ്. പിന്നെ ഇതെന്തായാലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മോള് പോവല്ലേ, നാളെ അവൾ പോവുകയാണ്. അപ്പോൾ അതിന് അവൾക്ക് കുറച്ച് ഒരു അട ഉണ്ടാക്കണം. പിന്നെ അവൾക്ക് പൊതിച്ചോറ് ഇലയിൽ ഉണയിക്കണം എന്നൊക്കെ ഒരാഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെ ഇല കഴുകി വെച്ചാട്ടം ഇന്നലെ വൈകുന്നേരം മുറിച്ച് വെച്ചതാണ്. അപ്പോൾ രാവിലെ കഴുകുന്നത് മറ്റത് കഴുകുമ്പോൾ അത് ഭയങ്കരമായിട്ട് പൊട്ടില്ലേ, വാട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഞാനൊന്ന് വെയിൽ കൊള്ളിപ്പിക്കുക, അത് ചൂടത്ത് വെച്ച് വെള്ളത്തിൻ്റെ അങ്ങനെ ചോറൊക്കെ വെക്കുന്നതിൻ്റെ മുകളിൽ വെക്കുന്നതിനെക്കാട്ടിലും അത് എളുപ്പം. അപ്പോൾ ഹസ്ബൻഡിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ അല്ലെങ്കിൽ ഇന്ന് എല്ലാം കൂടിയിട്ട് എനിക്ക് നടക്കില്ല. പിന്നെ രാവിലെ തന്നെ ഉറക്കം ശരിയാവായ്മയും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രയാസങ്ങൾ തോന്നുന്നു. ഇനിയിപ്പോൾ ഇവളിങ്ങനെ പോവല്ല, അതുകൊണ്ടായിരിക്കും. ഇത് ഇഡ്ഡലി മാവാണ്. അപ്പോൾ എല്ലാം ഞാൻ ആദ്യം കഴുകിയതായിരുന്നു. അപ്പോൾ മുഴുവൻ കഴുകിയത് കൊണ്ട് ഇങ്ങനെ പൊട്ടുന്നതുകൊണ്ട് മുഴുവൻ വൃത്തിയിൽ പിന്നെ ഒന്നും കൂടി വാടാൻ വെച്ചിട്ട് പിന്നെ ഒന്നും കൂടി കഴുകിയതാണ് കേട്ടോ. അതിന് ശേഷം സാമ്പാറുള്ളതാണ്. പരിപ്പ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ വെള്ളത്തിലിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പരിപ്പ് സാധാരണ ഇടയ്ക്ക് ഞാൻ പരിപ്പ് ഉരുളക്കിഴങ്ങും വേറെയും മറ്റ് കഷ്ണങ്ങൾ വേറെയൊക്കെ ആക്കാറുണ്ട്. ഇന്ന് പിന്നെ ഒന്നിച്ച് തന്നെ ഇതിപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രം ഉച്ചയ്ക്ക് മീൻ കറിയാണ്. അപ്പോൾ രാവിലേക്ക് അവളുള്ളതുകൊണ്ടാണ് ഞാൻ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുന്നത്. ഹസ്ബൻഡൊക്കെ ചട്നിയാണ് താല്പര്യം കേട്ടോ. ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവളുള്ളതുകൊണ്ട് ഒരു ഇഡ്ഡലി സാമ്പാർ ആവട്ടെ എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഞാൻ നിൽക്കുന്ന പൊസിഷൻ എൻ്റെ ഇൻഡക്ഷൻ പോട്ടിൻ്റെ പൊസിഷൻ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടാണ്, കിച്ചൻ്റെ ഈ സൈഡിലേക്ക് ആക്കിയിട്ടാണ്. കിച്ചൻ ചെറുതാണെന്നുള്ളത് അറിയാലോ, അതിൻ്റെ ഇടയിൽ വലിയ ഫ്രിഡ്ജും കിടക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇത് മീൻ വാങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പോൾ അവൾ പോകുന്നതിന് മുന്നേ അറിയില്ല, ഓസ്ട്രേലിയയിൽ മീനൊക്കെ കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇഡ്ഡലിയും ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് മീൻ വാങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നും പോകുന്ന സമയത്ത് തന്നെയാണ് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും അവരുടെ ഇങ്ങനത്തെ ഒരു ബോക്സിൻ്റെ അപ്പുറത്തെ ബോക്സ് ഉണ്ടല്ലോ, അങ്ങനെ ഏരിയ, അത് അങ്ങനത്തെ ഏരിയ, ആ ഏരിയയിലത്തെ ഫുള്ള് കഴിഞ്ഞു കേട്ടോ അവരുടെ. എന്നിട്ട് പിന്നെ അവർക്ക് വലിയ ട്യൂണയും അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആളുടെ കയ്യിൽ നിന്ന് കോഫാർ വാങ്ങി, പിന്നെ വേറെ ആളുടെ കയ്യിൽ നിന്ന് അയില വാങ്ങി. അങ്ങനെയാണ് ഉണ്ടായത്. അയില നല്ല ഫ്രഷ് അയില കേട്ടോ, ഐസൊന്നും ഇടാത്ത പോലത്തെ ഒരു അയിലയാണ്. പക്ഷേ എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ കുറേ നേരം വൈകി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് 10:30 ആകുമ്പോൾ വന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ മനി ഫ്രണ്ടാണ്. അപ്പോൾ അവളും കുട്ടിയും കൂടിയിട്ടാണ് വന്ന്. കുട്ടി കാല് പൊട്ടിയടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടിക്കിങ്ങനെ വാശി പിടിക്കും. പിന്നെ എൻ്റെ മോളെ കാണാനും കൂടിയിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് കുറേ ഉച്ചയായിട്ടാണ് മീൻ കൊടുന്ന് വെച്ചിട്ട് എനിക്ക് മീൻ നന്നാക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അവർ നമ്മുടെ ആൾക്കാർ പോലെ ഇല്ലല്ലോ, അവർക്ക് എത്രത്തോളം അത് ഇഷ്ടമാവുമെന്നൊന്നും അറിയാത്തതുകൊണ്ട് പിന്നെ ഞാൻ കുക്ക് ചെയ്യാനും കയറിയില്ല. അപ്പോൾ കുട്ടി നടക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടും കൂടിയായിട്ട് അങ്ങനെ വന്നത്. പിന്നെ മോളേനെ കാണും വേണമായിരുന്നു.
പിന്നെ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ എനിക്ക് അങ്ങോട്ട് പോയിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ അവൾ വീണ്ടും ഹോസ്പിറ്റലിൽ വൈകുന്നേരം പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ മോൾക്കുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 4 അയിലയുള്ള കേട്ടോ, നല്ല വലിയ അയിലയാണ്. മീൻ നന്നാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഉളുമ്പ് മണക്കുക നമ്മൾ പറയാറില്ലേ. അപ്പോൾ ആ മീനിൻ്റെ ഉൾഭാഗം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. അതായത് ഒരു പൈപ്പിൻ്റെ ഹോട്ടിൽ എന്തിനേലും ഉള്ളിൽ കാണിച്ചിട്ട് കത്തി കൊണ്ട് ഒന്നും ഇങ്ങോട്ട് സ്ക്രാച്ച് ചെയ്താൽ മതി. ഇങ്ങനെ 2-3 പ്രാവശ്യം സ്ക്രാച്ച് ചെയ്യുമ്പോഴേ മീൻ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കഴിക്കുന്നുണ്ടാവും വിചാരിക്കും. പിന്നെ ഉപ്പിട്ടില്ലെങ്കിൽ പോലും മീനിന് ഒരു ചുഴപ്പും വരില്ല. ആ ഉള്ളിലത്തെ കറുപ്പ് ഇരിക്കുമ്പോഴാണ് മീനിന് എപ്പോഴും ചുഴപ്പ് വരുന്നത്. ഇനി കോഫാറ് വെള്ളത്തിലേക്ക് കുതിർത്തിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ചെളുക്ക പോകാൻ കുറച്ച് ബുദ്ധിമുട്ടും അതെങ്കിൽ ബുദ്ധിമുട്ട് നല്ല തെറിക്കും. അതാ ഒരു കുഴപ്പം. നമ്മൾ രാവിലെ നമ്മുടെ റുട്ടീനായിട്ട് നമ്മളൊന്ന് ഇവിടെയൊക്കെ കഴുകിയിട്ടിട്ട് പോകുന്നതല്ലേ, പിന്നെ തെറിച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് കഴുകൽ ബാധ്യതയാണ്. പിന്നെ സമയം അത്രയ്ക്ക് ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ ഉച്ചവരെ മുന്നോട്ട് പോയി എന്നുള്ളത്. വന്നതിൽ സന്തോഷമായിട്ട് ഫ്രണ്ട് വന്നതിൽ സന്തോഷം, അതിനും ബുദ്ധിമുട്ട് പറയല്ല, വളരെ സന്തോഷം. പിന്നെ പക്ഷേ എന്തായാലും മീനൊക്കെ നന്നാക്കി എടുത്തു. ഒരു കുക്കിംഗ് അങ്ങനെ മുഴുവനൊന്നും എനിക്ക് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എല്ലാം തിരക്കിട്ടിട്ടുള്ളൊരു ഇതുകൊണ്ട് തിരക്കിട്ടിട്ടെന്ന് പറഞ്ഞാൽ വേഗത്തിൽ ആവണമായിരുന്നു. പിന്നെ നമുക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ ബിസി ആവുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നേരം വൈകിയെന്ന് പറഞ്ഞാൽ രാവിലെ ഗസ്റ്റ് വന്നു, ഉച്ചയ്ക്ക് ശേഷം 2 ഗസ്റ്റ് വന്നു. അപ്പോൾ എല്ലാവരും വരുമ്പോഴും കുറച്ച് നേരം സമയം സ്വാഭാവികമായിട്ട് സംസാരിച്ചിരിക്കുമല്ലോ, അതും എപ്പോഴും കാണുന്നവരല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസാരിച്ചിരിക്കും. അപ്പോൾ സന്തോഷം. പക്ഷേ ഈ ലേറ്റ് ആവുന്ന ദിവസങ്ങളിൽ മാത്രം നമുക്ക് തിരക്കാവുന്നത് മാത്രം. പക്ഷേ മോൾക്ക് അതുപോലെ മോളുടെ കണ്ണിൽ, എൻ്റെ രണ്ടാമത്തെ മോളുടെ കണ്ണിൽ കൈ തട്ടിയിട്ട് നന്നായിട്ട് ചോന്നു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. ആദ്യം ബദലുസ്വാമി പോയത്, പിന്നെ അതിന് ശേഷം NMC എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ വന്നു. പിന്നെ ഞാനൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാനും മോളും ഹസ്ബൻഡും കൂട്ടിട്ടാണ് പോയിട്ട് മൂത്ത മോള് വീട്ടിലിരുന്നു. പിന്നെ അങ്ങനെ ആകെപ്പാടൊരു തിരക്കാണ്. അപ്പം ഞാൻ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കുന്നുണ്ട്. നെയ്ച്ചോറും പിന്നെ ആ മീൻ ഇങ്ങോട്ട് പൊള്ളിക്കുന്ന പോലെ ഇല വെച്ചിട്ട് നന്നായി മസാല വെച്ചിട്ട് വെറുതെ വേവിക്കാൻ ചെയ്യുന്നത് കേട്ടോ. പുളി ഇടാൻ ഞാൻ മറന്നുപോയി. അതിൻ്റെ ഇടയിൽ പുളി സാധാരണ എനിക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരയ്ക്കുമ്പോൾ പുളിയും കൂടി ചേർക്കാറുണ്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാനൊന്നും സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ലെമൺ ചേർത്തിട്ടുണ്ടായിരുന്നു. ലെമൺ ഒരുപാടും ചേർത്തില്ല, കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ചേർക്കണമായിരുന്നു. ലെമണും പുളിയൊക്കെ ചേർക്കണമായിരുന്നു. പിന്നെ മീൻ ഒട്ടും കച്ചറുള്ള മീനല്ല കേട്ടോ. കച്ചറ എന്ന് പറഞ്ഞാൽ പഴക്കമുള്ള മീനല്ല, അതുകൊണ്ട് മാത്രം രുചിയുണ്ടെന്ന് നമുക്ക് രുചിയുണ്ട്. മീൻ ഒട്ടും ചുഴയ്ക്കുന്നില്ല. രുചിയില്ലാത്ത മീനാകുമ്പോൾ നമ്മൾ നല്ലോണം മെറിനേറ്റ് ചെയ്തിട്ടൊന്നും വെച്ചില്ലെങ്കിൽ വലിയ മീനാകുമ്പോൾ നമുക്കൊരു രുചിക്കുറവ് തോന്നുമല്ലോ. രുചിയില്ലാത്ത മീനല്ലെങ്കിൽ അല്ല, പഴക്കമുള്ള മീനാണെങ്കിൽ ഇല വെച്ച് ചെയ്യുന്നതിന് പൊള്ളിക്കലെന്ന് ഞാൻ അങ്ങനെ പറയുന്നേ ഉള്ളൂ. ഇത് ഒറിജിനൽ പൊള്ളിക്കലില്ല കേട്ടോ. ഇതാണ് പൊള്ളിക്കലെന്ന് ആർക്കും തോന്നരുത്. പിന്നെ ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മീൻ ചെറിയ തീയിലിരുന്നിട്ട് അതവിടെ വേവും ചെയ്തോളും. പിന്നെ മാത്രമല്ല എണ്ണയും ഒന്നും ആവശ്യമില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഒറിജിനൽ പൊള്ളിക്കൽ എന്നുള്ളത് അറിയാം. എന്തായാലും മീനിൻ്റെ സ്വാഭാവികമായ രുചിയോട് കൂടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു മെത്തേഡ് നല്ല മെത്തേഡാണ്. അപ്പോൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് നാരങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴുകുന്ന സമയത്തൊക്കെ ഉപ്പും ഒക്കെ ഇട്ടിട്ടൊക്കെ നാരങ്ങ കുറച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു തുള്ളി നാരങ്ങ നീരുള്ളത് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പുളി നാരങ്ങയും ചേർക്കാൻ മറന്നു കേട്ടോ. ലാസ്റ്റ് ഉള്ളി ഇട്ടിട്ട് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാനൊന്നും ചെയ്തില്ല. പിന്നെ നെയ്ച്ചോറിന് സാലഡ് ഉണ്ടായിരുന്നു, അത്ര തന്നെ. പിന്നെ രാത്രിയിൽ മീൻ വറുക്കാം അങ്ങനെയൊക്കെ പ്ലാനിലാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ദിവസം എനിക്ക് മീൻ വറുക്കലൊന്നും നടന്നില്ല. രാത്രിയിൽ അപ്പോൾ ബർഗറാണ് ഉണ്ടാക്കിയത്. ഈ ഇല ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അടിയിൽ തേച്ചാലും കുഴപ്പമില്ല, അടിയിലും കുറച്ചാക്കാൻ വേണമെങ്കിൽ മുകളിലാക്കാം. ഞാൻ അധികം മുകളിലാണ് ആക്കാറ് കേട്ടോ. പിന്നെ ഇല വല്ലാതെ കരിയൊന്നുമില്ല. നമ്മളങ്ങനെ ഇതാക്കും. പിന്നെ ചെറിയ തീയിലാണ് നമ്മൾ വെക്കുക. പിന്നെ ഇതിലൊരു കുറച്ച് വെള്ളം വരും. മീൻ നന്നായിട്ട് വെള്ളം മാറ്റിയിട്ടൊക്കെ ആണെങ്കിൽ അത്ര വരില്ല. പിന്നെ ഉള്ളിയൊക്കെ അരച്ചാലാണ് നമുക്ക് കൂടുതൽ വെള്ളം വരുന്ന പോലെ ഉണ്ടാവുക. അപ്പോൾ നെയ്ച്ചോറ് ആക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ കുക്കറിൻ്റെ ഇത് എന്താ പറയുക, പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, പിടിക്കുന്ന ഭാഗം കൊണ്ട് ഊരിപ്പോന്നു. അങ്ങനെ ടൈറ്റ് ചെയ്യാതെ വെച്ചിട്ട് എന്നിട്ട് അതിന് ശേഷം അത് ടൂൾസൊക്കെ കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്തപ്പോഴേക്കും ചോറൊരു ഒന്ന് കുഴഞ്ഞു പോയിട്ടില്ല. ജീരശാല റൈസാണ് കേട്ടോ. പിന്നെ സാലഡിൽ തൈര് വേണമെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ്. പിന്നെ അതിന് ശേഷം വൈകുന്നേരം ബർഗർ ഉണ്ടാക്കുകയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോകലും എല്ലാം കൂടിയിട്ട് ആകെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ അത്യാവശ്യം ജഗപൊകയാണ് ആവുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനിങ്ങനെ കുറേ പ്ലാനുകളൊക്കെ ചെയ്യും കുക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ കുറേയൊക്കെ കുക്ക് ചെയ്യും. പക്ഷേ അതൊന്നും എല്ലാം വീഡിയോയിലൊന്നും പകർത്താനൊന്നും പറ്റാറില്ല. കാരണം ഈ തിരക്കുകൾ കാരണം തന്നെ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒരു 2 മണിക്കൂറൊക്കെ പുറത്ത് വെക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലുണ്ടാവും. പിന്നെ ഇതിങ്ങനെ അമർത്തി ഉണ്ടാക്കുമ്പോൾ വേഗത്തിൽ വേവും ചെയ്യും. പിന്നെ അതിൽ പറയുന്നുണ്ട് സ്മാഷ്ഡ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കും. പക്ഷേ എനിക്ക് അമർത്തി കൊടുക്കുന്നതിൽ എനിക്ക് അറിയില്ല മുഴുവൻ എന്താ മെത്തേഡ്. ആകെ പുറത്തേക്കൊക്കെ തെറിക്കുന്ന പോലെയാണ്. അതും കുറച്ചൊരു ഇങ്ങനെ കട്ടി എന്താ പറയുക, അതിന്
ബർഗർ അറിയാലോ, കുറച്ചൊരു ഫാറ്റി ഫുഡല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് ഇങ്ങനെ ഒരു തെറിക്കുന്ന പോലെ ഇതിൻ്റെ 4 പുറമൊക്കെ ഇങ്ങോട്ട് കച്ചറയാവുന്ന പോലെയുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ കച്ചറയാവുമ്പോൾ എനിക്ക് ആ ചുറ്റുപാടൊന്നും കുറേ സാധനങ്ങൾ നിരത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിലൊന്നും ഒരു ഓയിലിൻ്റെ കണ്ടൻറ്റോ അങ്ങനെയൊന്നും ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. കാരണം ഞാനെപ്പോഴും ഇങ്ങനെ സോപ്പിട്ട് തുടച്ച് കഴുകുന്നതുകൊണ്ട്, തുടക്കില്ല കഴുകി എടുക്കുന്നതുകൊണ്ട് എനിക്കിങ്ങനെ അവിടെയൊക്കെ ആവുന്നത് ഭയങ്കര, ഇതിങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തെറിക്കും. പിന്നെ ഫാറ്റി ഫുഡ് തന്നെയാണെന്നുള്ളത് സംശയമൊന്നും തന്നെ ഇല്ല. പിന്നെ ചീസും കൂടി ഇടുമ്പോൾ തന്നെ ഇത് മൊസറല്ല ചീസാണ്, ചീസും കൂടി ഇടുക. പിന്നെ ഉള്ളി ഇങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉള്ളിയുടെ എരിവ് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. നമ്മളൊരു ബർഗർ കഴിച്ചൊരു തൃപ്തി തോന്നില്ല പച്ചുള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഉള്ളി ഇങ്ങനെയാക്കുന്നത്. കുറച്ച് മാത്രം ഹീറ്റ് ആക്കേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ച് മാത്രം ഹീറ്റ് ആക്കാം. പിന്നെ ചില സമയങ്ങളിലാണെങ്കിൽ ഞാൻ ഉള്ളി ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ബർഗർ വേഗം വഴിക്ക് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താം. എപ്പോഴും നമ്മൾ ഹോട്ടലിൽ തന്നെ പോയിട്ട് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ തന്നെ പോയിട്ട് അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സ് അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ പോയിട്ട് തന്നെ ബർഗർ കഴിച്ചു കൊള്ളണമെന്നൊന്നുമില്ല. ബർഗർ ലവേഴ്സ് കുട്ടികൾക്കൊക്കെ ബർഗർ ഇഷ്ടമായിട്ടുണ്ടാവുന്നു. പക്ഷേ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ നമുക്ക് ബർഗർ തയ്യാറാക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കടയിലുണ്ടല്ലോ ഗ്രിൽഡ് അണി എന്നുള്ള രീതിയിലുള്ള ബർഗർ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച്, പിന്നെ ഉള്ളിലാണെങ്കിൽ ക്യൂക്കുംബർ, പിന്നെ അത് ഒഴിക്കുമ്പോൾ കുറച്ച് പോയിട്ട് അതൊക്കെ തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ വാങ്ങില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ വാങ്ങുള്ളൂ, കാരണം ഇനി ഒന്ന് ഡയറ്റൊക്കെ എടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ അതിങ്ങനെ അടപ്പെടുത്തിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് 3 തരം സോസുകൾ ഞാൻ മിക്സ് ചെയ്തു. മൂത്ത മോളാണ് കേട്ടോ ബർഗറൊക്കെ ഉണ്ടാക്കുന്നത്. അവൾക്കാണ് അതിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടുതൽ താല്പര്യം, കഴിക്കുന്നതിനെക്കാട്ടിലേറെ ചെയ്യാൻ നല്ല താല്പര്യമാണ്. പിന്നെ ക്രാബ് അങ്ങനെയൊക്കെ അവൾ തന്നെ ഉണ്ടാക്കുന്ന കേക്കൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയുകയൊക്കെ ചെയ്യാം, പക്ഷേ ക്രാബൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. പിന്നെ ഇപ്രാവശ്യം മാത്രം ഞാൻ ഹെൽപ്പ് ചെയ്തു, അത്ര തന്നെ തേങ്ങ വറുത്ത് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. പിന്നെ എനിക്ക് ഈ ടൊമാറ്റോ ഉണ്ടല്ലോ, ടൊമാറ്റോ ഇതിങ്ങനെ ഇപ്പോൾ വച്ചയ്ക്ക് വെക്കുന്നതിനെക്കാട്ടും നല്ല കല്ല് ഇങ്ങനെ ചൂടാക്കിയിട്ട് നമ്മളെ കാസ്റ്റായ ഉണ്ട് തവ നല്ല ചൂടാക്കിയിട്ട് അതിൽ ഈ തക്കാളി ഒന്ന് ചുട്ടെടുക്കും പോലെ ആക്കിയിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചാലും, എനിക്ക് എന്ത് സാൻഡ്വിച്ച് ഉണ്ടാക്കണമെങ്കിലും അങ്ങനത്തെ വെക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. അതിൻ്റെ പേരൊന്നും എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനത്തെ കുറേ തരം ബർഗറുകളും സാൻഡ്വിച്ചുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയും ചോദിച്ചാലും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഹോം മെയ്ഡിൽ അത് ഭയങ്കര എനിക്ക് ഫേവറേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഒരു പാക്കറ്റിൽ 6 ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത് 6 ഉണ്ടാക്കി, പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ കൂടി ഞാൻ എൻ്റേതായ രീതിയിൽ ഫാസ്റ്റാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് കാണിക്കുന്നില്ല. പിന്നെ അതിനൊക്കെ ശേഷം പിന്നെ ഞങ്ങൾ വേഗം കഴിച്ചു. ചായയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത്ര സമയമായിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ മാത്രമല്ല, അതുകൊണ്ടാണ് ഒന്നും കാണിക്കാൻ പറ്റാതിരുന്നത്. വേറെയും അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതൊന്നും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോഴൊന്നും വീഡിയോ ഒന്നും ഒട്ടെടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഈ ബർഗർ മാത്രം ഇത് കാണിച്ചു. പിന്നെ മോൾക്ക് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളാണ്. അപ്പോൾ ഞാൻ വേഗം കഴുകി ഉണക്കുകയാണ് ടിഫിൻ ബോക്സുകൾ. അപ്പോൾ കഴുകി ഉണക്കിയിട്ട് നമുക്ക് പാക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫുൾ പാക്ഡ് ആയിരുന്നു കേട്ടോ. ഒന്നല്ലെങ്കിൽ ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടെ മോളുടെ കണ്ണിൻ്റെ ഹോസ്പിറ്റലിൽ പോക്ക് ഒരു പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും തന്നെ ലേറ്റ് ആവുമായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഗസ്റ്റ് വന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ലേറ്റ് ആയത്. പിന്നെ സ്വാഭാവികമാണല്ലോ അതൊക്കെ. ഈ പ്ലേറ്റൊക്കെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയത് തന്നെയാണ്. നല്ല പ്ലേറ്റുകളാണ്. പിന്നെ നല്ലോണം വീണ്ടും മുറിച്ച് കഴുകുന്നത് എന്താണെന്ന് വെച്ചാൽ നടുവിലൊരു സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ, ആ സ്റ്റിക്കർ എങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്നുള്ള ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അവിടെ ഒരു ഗ്ലൂ ഇല്ല. എന്നാൽ പോലും എനിക്ക് സംശയം തോന്നിയിട്ട് മുന്നോട്ടും കളറാവേണ്ടതെന്ന് വെച്ചാൽ ഞാനൊന്ന് ഉറച്ചിട്ട് അവിടെ കേടാക്കിയ പോലെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലോണം അങ്ങനെ ചെയ്തു. പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ല, ശരിക്കും തിളച്ച വെള്ളം കൂടി ഒഴിക്കേണ്ടതായിരുന്നു. അത് ഒഴിക്കാൻ പറ്റിയില്ല, സത്യത്തിൽ മറന്നു പോയി എന്നുള്ള സത്യം കേട്ടോ. സാധാരണ സ്റ്റീൽ പാത്രമാണ് തിളപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് ഉണ്ടാക്കാറ്. ഓസ്ട്രേലിയൻ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. ഒരു 1K എന്തായാലും ഒന്ന് വേഗത്തിലൊന്ന് എത്തിച്ചു തരണം. എല്ലാവരെയും ആഗ്രഹം പോലെ തന്നെ ഞാനും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ കുറേ ആയി വീഡിയോ ഒക്കെ ഇടുന്നു. നമുക്ക് വ്യൂസിനെക്കാട്ടിലേറെ വ്യൂസ് കുറവ് തന്നെയാണ് കേട്ടോ. പല വ്യൂസ് കെ അടിക്കുന്നുണ്ടെന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. എന്നാൽ പോലും സബ്സ്ക്രൈബറും തീരില്ല. അപ്പോൾ വ്യൂസ് ആയാൽ പോലും സബ്സ്ക്രൈബർ ആവുന്നില്ലേ, സബ്സ്ക്രൈബറായ വ്യൂസ് ആവില്ലേ എന്നുള്ള ആ ഒരു ലെവലിലാണ് നമ്മുടെ മുന്നോട്ട് പോക്ക്. അപ്പോൾ കൂടുതൽ ഓസ്ട്രേലിയൻ വ്ളോഗ്സും ഇവിടുത്തെ വ്ളോഗ്സും ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതൊരു റിക്വസ്റ്റായിട്ട് തന്നെ എല്ലാവരോടും പറയണം. നമ്മൾ മുന്നോട്ട് വരാൻ ആഗ്രഹിച്ചിട്ടാവുമല്ലോ എല്ലാവരും യൂട്യൂബ് വീഡിയോ തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ എന്താ പറയുക, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് കൊണ്ട് കേട്ടോ. എല്ലാവർക്കും വളരെ താങ്ക്സ്. പുതിയ ആൾക്കാരിലേക്കും വീഡിയോ എത്തട്ടെ. അങ്ങനെ അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ തന്നെ എല്ലാവരും കൊണ്ടുപോകാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ടിഫിൻ ബോക്സ്
ക്ലാസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം പിറ്റേ ദിവസം മുതൽ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ പോകണ്ടേ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് അത് വാങ്ങലും എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ എൻ്റെ ഷോപ്പിങ്ങിൻ്റേതായ കുറേ വ്ളോഗ്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. മുഴുവനായിട്ട് എല്ലാ ഷോപ്പിംഗ് ചെയ്തത് ഞാൻ കാണിച്ചിട്ടില്ല. അത് ഞാൻ പാക്കിങ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ വിശദമായിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ എല്ലാ വീഡിയോസും എല്ലാവരും കാണുക. പിന്നെ ഇനിയിപ്പോൾ അതേ ദിവസം നമുക്ക് ഇവിടെ ഇല്ല. പിന്നെ ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് വീഡിയോസൊക്കെ ആയിട്ട് തന്നെ തുടർന്നും വരണം എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിലൊക്കെ പറഞ്ഞല്ലോ. ഞാൻ തന്നെ ചെയ്യുന്നതായിരിക്കും എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. താങ്ക് യു ഓൾ.